വേഗം വാ. അല്ല സാറേ, മനസ്സമ്മതം കഴിഞ്ഞ് പെണ്ണിനെ കൊണ്ടേക്ക് പോന്നു. അയ്യോ, അപ്പൊ അവരൊക്കെ മനസ്സമ്മതത്തിന് പോയോ? അപ്പൊ ഡോക്ടർ ഇതേതായി കുഞ്ഞു? എന്റെ ഒന്നുമല്ല. അല്ല, അതെ, തൽക്കാലം പെങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. പെങ്ങളോ? മാലയും പൂവും വിട്ടാശാനെ. എന്തിനാ ചൊറിയാനാ? ഞാൻ ചൊറിഞ്ഞുതരാം. ലേശം കൂടി കീപ്പോട്ട്. വലിയ ചൊറിച്ചിലാണല്ലോ. ആടെ കയ്യൊന്നും വിട്ടേ. മുങ്ങനാ മുള്ളാനാ? ഇനി വിവാഹം കഴിഞ്ഞിട്ട് മുള്ളിയാ മതി. അതെ, ആണ്ട കിടക്കണം മുണ്ട് ഷർട്ടും. ആയി എന്നാ അവിടെ പോയി വാങ്ങിക്കാലോ. കൈ വിട്ടാലേ മേടിക്കാൻ പറ്റൂ. അങ്ങനെ ഇപ്പൊ വേണ്ട, എന്റെ കൂടെ വന്നാൽ മതി. വിട്ടാ ശരിയാവില്ല. എനിക്ക് ഒരു 2 പാന്റ് ഷർട്ട് വാങ്ങിക്കണമെന്ന് ഞാൻ കുറച്ച് ദിവസം വാങ്ങിച്ചു തരുമോ? പിന്നെ ലാണ്ട കിടക്കുന്നു നല്ല പാന്റും ഷർട്ട്. അങ്ങാട് പോയിക്കേ. ലാണ്ട് അങ്ങാട് പോടാ. ഇത് നമ്മുടെ വിക്കൻ ഡോക്ടർ. വിളിക്കണം മണിയേട്ടനെ. ഹലോ, ഞാൻ പൂക്കടക്കാരൻ കൃഷ്ണൻകുട്ടിയാ. സാറിന്റെ മരുമോന്റെ കല്യാണമാണെന്ന്. മാലയും പൊക്കെ മേടിച്ചോണ്ട് പോണത് കണ്ടു. ചോദിച്ചപ്പോ അങ്ങയുടെ കല്യാണമാണെന്നും പറഞ്ഞു. താനിതുവരെ എവിടെയായിരുന്നു? ആ ഡോക്ടറെ കൊണ്ട് എല്ലാവരും പള്ളിയിലോട്ട് പോയിട്ടുണ്ട്. ഭർത്താവേ, ഞാൻ തന്റെ വീട്ടിലായിരുന്നു. എന്റെ വീട്ടിലോ? പിന്നെ തന്റെ അമ്മച്ചിക്ക് തീരെ സുഖമില്ല. പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലേ. ഇത് പിടിച്ചേ. അമ്മച്ചിക്കുള്ള മരുന്നാ. ഞാൻ വേഗം പള്ളിയിലോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ പറയും. അല്ല, വകയിലുണ്ടല്ലോ, വക്കത്ത് അപ്പനായിട്ട് വരും. വണ്ടി എടുക്കടാ ഉള്ളിൽ. സൂക്ഷിച്ചു മോനെ. കണ്ണാടി. കൃഷ്ണ ഗുരുവായൂരപ്പ. Hi. Hello, Sunny. Come on. ആശാനെ, എന്നാ പരിപാടിയാണ്? വഴിക്ക് കൊണ്ടാണോ വണ്ടി? അയ്യോ, മണിയുണ്ട്. എന്റെ വ്യാകുല മാതാവി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല കേട്ടോ. ഭർത്താവനെ ഉപദ്രവിക്കരുത്. ഉടനെ പള്ളിയിൽ എത്തില്ലെങ്കിലേ പെണ്ണിനെ ഡോക്ടർ ഉറപ്പിക്കും. ഇന്ന് എന്റെ മനസ്സമ്മതമാ. എനിക്ക് മനസ്സമ്മാനം കിട്ടിയോ? നിന്റെ മനസ്സമ്മതം. മൈതാനം പോലത്തെ കഷണ്ടി. താങ്ക് യു സർ. അരേ മുംബൈ. കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് ചാടിയത് നന്നായി. ഇന്ന് ചന്ദ്രസേനും അനുപമയും തമ്മിലുള്ള കല്യാണം. അത് മുടക്കണം. പെണ്ണിനെ ചെങ്കിരിക്ക് കൊടുക്കണം. ഞാൻ കാശ് വാങ്ങിയിട്ടില്ല. അതെന്റെ കുറ്റമല്ല സംസ. താൻ വിക്രം ദാദയാണോ വിക്രം മാമായാണോ? ആ പെണ്ണിനെ തന്നില്ലെങ്കിൽ രണ്ടിനെ തലവെട്ട ഞാൻ. അതിനൊന്നും മുതിരണ്ട. ഈ കല്യാണം മുടക്കി പ്രതികാരം ചെയ്യേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. ഞാൻ നിങ്ങളുടെ പക്ഷം ചേർന്നു. ഓക്കെ? വണ്ടിയുടെ അൽഫോൻസ, കുരിശിങ്കൽ കുര്യാക്കോസിന്റെ മകൻ സണ്ണി കുരുവിളയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ? സമ്മതമാണ്. സണ്ണി കുരുവിള ഇപ്പൊ വരുവച്ചോ? കണ്ടംകുളത്തിൽ ഇട്ടൂപ്പിന്റെ മകൾ അൽഫോൻസയെ വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? സമ്മതമാണച്ചോ? ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എന്റെ കർത്താവേ! അയ്യോ! On your mark. Set. 1, 2. ഓടിക്കൂ. പോയി.
നമ്മൾ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് ഒരു കാര്യമില്ലടാ ഊവേ. ആ ചന്ദ്രസേന വന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. ആ ഓടിക്കോ. എന്റെ മോളെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടോണ്ട് നീ വേറെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനി ഇവിടെ നിന്നാ ആ പെണ്ണിനെ ഞാൻ കെട്ടേണ്ടി വരും. എന്താ പ്രശ്നം? എന്താ സാറേ കാര്യം? അമ്മേ, എന്താടാ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്ത് പറ്റേ? നിനക്കെന്ത് പറ്റി? ഓ, എനിക്കൊന്നും പറ്റില്ല. ഇവിടെ ആർക്കാ പറ്റിയത്? അസുഖം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ആര് പറഞ്ഞു? അതാ കോടി കളർ ഷർട്ടും മുണ്ടും മതിയായിരുന്നു. നീ എന്തിനാ ഇതുപോലത്തെ ഡ്രസ് എടുത്തേ? ആഹാ, നല്ല താലിമാല. മരുന്ന് മാറി ഇതിനകത്ത് താലിയായോ? ഇവിടെ എന്താ ആർക്കെങ്കിലും കല്യാണം ഉണ്ടോ? ഇങ്ങനെ ഒരു കുറുമ്പൻ. അറിഞ്ഞില്ലേ, ഒരു അബദ്ധം പറ്റി. മുങ്ങി, ചന്ദ്രസേന മുങ്ങി, എന്നെ പിടി വിട്ട് മുങ്ങി. എന്തായാലും ചേട്ടാത്ത് രഹസ്യമാണോ? അയ്യോ, എന്തിനാ എന്നെ തല്ലിയത്? നീ ഒന്നും ചേട്ടാ. അതെ, എങ്കിലിനി വൈകിക്കണ്ട, ചടങ്ങ് നടക്കട്ടെ. അപ്പൊ ചെറുക്കൻ എനിക്കെന്താ വീട് മാറിപ്പോയോ? ഇത് നമ്മുടെ വീട് തന്നെയാ. ഇതെന്താ എല്ലാരും കൂടി ഇവിടെ? ഓഹോ, അപ്പൊ ഇതൊക്കെ നിന്റെ പണിയാണല്ലേ? ആ പൂതിക മനസ്സിൽ വെച്ചേക്ക് മോളെ. നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്താ നീ പറയണത്? നീ തന്നെയല്ലേ ഉടനെ കെട്ട് നടത്തണമെന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാനോ? എടാ, ഈ ഗർഭിണിയായ പെണ്ണിനെ നീ ഇനിയും പരീക്ഷിക്കാണോ? അമ്മേ, ഇവൾക്ക് ഗർഭമില്ല, ഒരു പുണ്ണാക്കും ഇല്ല. ഞാൻ വേണമെങ്കിൽ തെളിയിക്കാം. നീ ഇവിടെ കെട്ടിയ താലി കെട്ടുന്നോ ഇല്ലയോ? ഇല്ല. തരാ തരത്തിന് വാക്ക് മാറ്റി പറഞ്ഞ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല. അമ്മേ, പക്ഷേ എനിക്കൊരു കാര്യം അറിയണം. അറിഞ്ഞേ പറ്റൂ. നീ ഇവരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ഗോവ കഥ നുണയോ നേരോ? പറയണം. നുണയാണ്. ആ, നീ ഗർഭിണിയാണോ? അല്ല, എന്നെ വിവാഹം ചെയ്യില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോ വാശിക്ക് പറഞ്ഞു പോയതാ. ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാ നിന്നെ ഞാൻ സ്വീകരിക്കുന്ന എന്തായിരുന്നു ഒരു ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കരഞ്ഞു കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ ക്ഷമിക്കൂന്ന്. മാപ്പ്. ഇനി മാപ്പെന്നൊരു വാക്ക് പറയാൻ നിനക്ക് അർഹതയില്ല. കാര്യം അറിയാതെ ഇറങ്ങി പുറപ്പെട്ട ഞങ്ങളെ വിഡ്ഢികള് ഭാരതേമ്യ മോനും ഞങ്ങക്ക് മാപ്പ് തരണം. കേറി വണ്ടിയില്. പറഞ്ഞത് കേട്ടില്ലേ? കേറാൻ. കല്യാണം വീട്ടുമുറ്റത്ത് എത്തിയിട്ട് മുടങ്ങി പോകുന്നത് കുടുംബദോഷ. തിരിച്ചു വിളിക്കടാ. ചെയ്ത തെറ്റിനൊക്കെ അവള് മാപ്പ് പറഞ്ഞില്ലേ? മനസ്സുകൊണ്ട് ഞാൻ അവളെ മരുമകളായിട്ട് സ്വീകരിച്ചു പോയി. വക്കീലോ? ഇവിടെ തൂക്കിയെടുത്ത് വണ്ടി കേട്ടേ. മുത്തശ്ശൻ, എങ്ങനെയുണ്ട് കളവ എന്റെ വില്ലങ്ങളി? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഇത് നീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഹലോ, അടിക്കടാ. എന്താ സാർ? ഐ ആം വിക്രം ദാദാ ഫ്രം മുംബൈ. ഓ, ദാദയ്ക്കിത് മതിയോ? നമ്മളെ ആരുടെ പക്ഷത്താ നിൽക്കണ്ടേ? അടി കൊള്ളാത്ത പക്ഷത്ത്. അപ്പൊ ഞാനോ? നീ മുങ്ങാൻ നോക്ക്. അത്രയ്ക്ക് ഭീരുവല്ല ഞാൻ.
ആരോഗ്യമില്ലാത്തവൻ. എടാ നീ അങ്ങോട്ട് ചെല്ല്. വേണ്ട വേണ്ട നീ പോണ്ട. സോറി. അയ്യോ നിക്കടാ അവിടെ, നിക്കടാ അവിടെ. അയ്യോ അയ്യോ അയ്യോ. ചന്തയും ഡോക്ടർ, ചന്തയും താങ്ക്സ്. നിന്റെ സൗണ്ട് പോയിന്നാ? ആവശ്യമില്ലാത്ത പറഞ്ഞ് എന്നെ തല്ലുകൊളിച്ച ദുഷ്ട. ഉള്ള സൗണ്ടും പോയിന്നാ? ഞാൻ കുട്ടിക്കുന്ന കഞ്ഞിയില്ല ഇത് കല്ലിട്ടല്ല കണ്ണ് കൊച്ചേട്ടാ. കയ്യിലിരിക്കുന്ന കള്ളമ്പരിപ്പ് ഈ കള്ളത്തിൽ വെപ്പുല്ല. കയ്യിലിരിക്കുന്ന കള്ളമ്പരിപ്പ് ഈ കള്ളത്തിൽ വെപ്പുല്ല. നയിലിരുന്നരിക്കൊള്ളൂല്ല. ചക്കവല്ലപ്പം താങ്ക്സ്. എന്നത്തിനാ എന്റെ ശബ്ദം തിരിച്ചെന്നില്ലേ? മണികണ്ട ആ കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എന്റെ പുന്നാരെ മാമ്പഴമാകട്ടെന്ന്. ഞാൻ മുങ്ങിക്കൊള്ളിക്കുമ്പോ കുന്നിക്കൊണ്ട് എന്നെ പിക്കിയതാട്ടാ. ഞാൻ അറിഞ്ഞില്ലട്ടാ രാരീരാരോ അച്ഛന്റെ മോനല്ലട്ടാ. വാവോ വാവോ ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി ചവിട്ടി കൂട്ടി. അങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെ വേണം. അയ്യോ റെസ്റ്റ് എടുക്കുക. ഇത് കണ്ടിട്ടോ? മൂന്ന് പേരോ? ഒരു മാവിന് 3 ഉടമേ. ഇതിലേത് വാഹനാണ് പഠിച്ചോന് ഒറിജിനല്?
മാജിക്കാ, ഒന്നിനെ മൂന്നാക്കുന്ന മാജിക്. നടക്കടാ